ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോവാണ് ഇവിടെ ഒരു വെയർ ഹൗസിൽ. അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പം നിങ്ങളും കൂടെ വരും, നമുക്ക് ഒരുമിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാം. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ചൂടുള്ള സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പം പിന്നെ ഇനി അടുത്തത് നമുക്ക് ആ വെയർ ഹൗസിലേക്ക് നടക്കാം. ഇന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത് ഫിഷേഴ്സ് എന്ന് പറയുന്ന ഒരു ലോണ്ട്രിയുടെ വെയർ ഹൗസിലാണ്. സോ ഇവിടുത്തെ വെയർ ഹൗസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്കോട്ട്ലൻഡിലുള്ള കംപ്ലീറ്റ് ഹോട്ടൽസിലെ പുതപ്പ്, ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ് എല്ലാം വാഷ് ചെയ്ത് അയൺ ചെയ്ത് അത് നമ്മൾ തിരിച്ച് അവർക്ക് തന്നെ എത്തിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. സോ അങ്ങനെയുള്ളൊരു വെയർ ഹൗസിലാണ് ഞാൻ ഫസ്റ്റായിട്ട് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഇന്നത്തെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അവരിനി മെയിൽ വഴി അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴി ഞാൻ ലിഡിലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ലിഡിൽ എന്ന് പറയുന്നത് നമ്മുടെ അസ്ത പോലെ തന്നെയുള്ള വേറൊരു ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, ലോക്കൽ സൂപ്പർ മാർക്കറ്റ്. പക്ഷേ ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് എന്താ പറയുക, ഗ്രീൻ ബീൻസ്, ഫ്രഞ്ച് ബീൻസ്, പിന്നെ കോക്കനട്ട് ഓയിൽ, അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും വീട്ടു സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം വാങ്ങിച്ച് തിരിച്ച് റൂമിൽ പോയി. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് അടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതൊരു ഷെഫിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു, ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ ഞാൻ അവിടെ പോയി എന്താ പറയുക, സിറ്റി സെൻറ്ററും എല്ലാം കഴിഞ്ഞിട്ട് പോകണമായിരുന്നു. അങ്ങനെ 2 ബസ്സൊക്കെ കയറി സിറ്റി സെൻറ്റർ എല്ലാം കഴിഞ്ഞ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല, ബിക്കോസ് എനിക്കങ്ങനെ ഇറ്റാലിയൻ ഫുഡൊന്നും അത്ര കുക്ക് ചെയ്ത് ശീലമില്ലാത്ത കാരണം അത് പിന്നെ എന്താ പറയുക, അപ്പം തന്നെ നമുക്ക് കിട്ടില്ല എന്നുള്ളത് ഒരുവിധം കൺഫേം ആയിരുന്നു. അങ്ങനെ പിന്നെ ഒരു നല്ല മഴയുള്ള ദിവസവും കൂടിയായിരുന്നു, നല്ല ഹെവി ആയിട്ടുള്ള റെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് റെസ്റ്റോറൻറ്റ് വരെയും പോയിട്ടുണ്ടായത്. എന്നിട്ട് അവിടുത്തെ ഹെഡ് ഷെഫിനെ കണ്ടു, പുള്ളീനെ മീറ്റ് ചെയ്ത് സംസാരിച്ചു. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ രാത്രി ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് നടക്കാൻ വേണ്ടിയിട്ട്. സോ കുറച്ച് ജോബൊക്കെ ഒന്ന് നോക്കാം
പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം ആ ഒരു വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതേ ദിവസം രാത്രി തന്നെയാണ് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായത് ജോബ് തപ്പിയിട്ട്. അങ്ങനെ ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള റെയിൻ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലും. അങ്ങനെ ഞാൻ മഴയൊക്കെ കൊണ്ട് പോയിട്ടുണ്ടായത് കുറച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലും ഇന്ത്യൻ ഷോപ്സിലൊക്കെ ജോബ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എവിടെയും അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എല്ലായിടത്തും ഇന്ത്യൻസും അല്ലെങ്കിൽ ഏഷ്യൻസ് തന്നെ എന്താ പറയുക വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഫുൾ ടൈം ആയിട്ട്. അത് കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടത്തത്തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫ്രണ്ടായ അതുൽകുമാർ വർക്ക് ചെയ്യുന്ന പെട്രോൾ പമ്പും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയായിരുന്നു ആളവിടെ ഉണ്ടോയെന്ന്. പക്ഷെ ആളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതെൻ്റെ 3ാമത്തെ ദിവസത്തെ ജോബ് ഹണ്ടാട്ടോ. ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ഏർലി ആയിട്ട് തന്നെ ഇറങ്ങി. ബിക്കോസ് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂർ വൺ സൈഡ് ട്രാവലുള്ളൊരു റെസ്റ്റോ പബ്ബിലായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അതും ഷെഫ് റോൾ തന്നെയായിരുന്നു. പക്ഷെ അവർ കൂടുതലും സ്കോട്ടിഷ് രീതികളിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ഒരു 2.5 മണിക്കൂർ യാത്രയ്ക്കിടെ ഞാൻ എത്തിയേക്കുന്നത് പകുതിയായിട്ടുള്ളൊരു സ്ഥലത്ത് ബൂക്കാൻ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് നമുക്ക് മറ്റൊരു ബസ് എടുത്ത് കില്ലേൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തോട്ടേക്കാണ് പോകാനുള്ളത്. അവിടെയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ. അതൊരു കംപ്ലീറ്റ്ലി ഒരു കൺട്രി സൈഡായിരുന്നു. യാത്രയ്ക്കിടെ എനിക്ക് ഒരുപാട് ഷീപ്പ്, ഹോസ്, പിന്നെ ഒരുപാട് ഫാം ലാൻഡ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാനൊരു 2.5 മണിക്കൂറാണ് ഒരു സൈഡ് ട്രാവൽ ചെയ്ത് ചെന്നിട്ടുണ്ടായത്. അവിടെ അവരെനിക്ക് ജോലിയൊക്കെ തരാൻ റെഡിയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂട്ടേഷനായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. ലൈക്ക് ഞാൻ എത്രയും അധികം ദൂരം ട്രാവൽ ചെയ്ത് എങ്ങനെ ഒരു ഡേ ഞാൻ പോയി വരും എന്നുള്ളത്. ബിക്കോസ് നമുക്കിവിടെ ഓൾമോസ്റ്റ് ഒരു ഫുൾ ടൈം ജോബ് ഒരു ഷെഫൊക്കെ ആയിട്ടെന്ന് പറയുമ്പം 13 മണിക്കൂറൊക്കെയാണ് ഷിഫ്റ്റ് വരുന്നത്. സോ അത്രയും ദൂരമൊക്കെ എങ്ങനെ പോകുന്നതായിരുന്നു അവരുടെ ഒരു ഏറ്റവും വലിയൊരു കൺസേൺ. അങ്ങനെ നമ്മൾ ആ ഒരു ജോബിന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി പോകാൻ പറ്റിയിട്ടില്ല.
ദിവസം തന്നെ വൈകിട്ടായിരുന്നു നമ്മുടെ 4ാമത്തെ ഇൻ്റർവ്യൂ വരുന്നത്. അതൊരു IT ഹബിൻ്റെ അകത്തായിരുന്നു, ഒരു എംപ്ലോയ്മെൻറ്റ് ഏജൻസി ആയിരുന്നു. സോ അവിടെയും ചെന്ന് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത് ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്ന ആ ഒരു ജോബിൻ്റെ വെയർഹൗസിലാണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്. അതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ അടുത്ത ജോലി വിശേഷങ്ങളോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.